പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളും നമ്മളെ ഉറപ്പിക്കുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവവചനം. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ചിലപ്പോൾ ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കാറുണ്ട്. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങളിൽ, മക്കളുടെ കാര്യം, സ്വന്തം ജീവിത കാര്യം, പല കാര്യങ്ങളും, ജോലി ലഭിക്കുന്നത്, വിവാഹ കാര്യം, മക്കളുടെ പഠന കാര്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പലപ്പോഴും ആളുകൾ എന്ത് തീരുമാനം എടുക്കേണ്ടത്, ഏതാ ശരി തെറ്റ് എന്നുള്ള കാര്യത്തിൽ ആകുലതയോടെ നിൽക്കണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്ന സത്യം നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു, ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. നിങ്ങളൊരു കാര്യം വ്യക്തമായി തിരിച്ചറിയണം, ക്രിസ്തുവിലായി നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അത് പിശാച് ആരെയൊക്കെ കൂട്ടുപിടിച്ചാണ് സാധ്യമല്ല. കാരണം യേശുക്രിസ്തു കൊലോസ്യർ 2:15 പറയുന്ന അനുസരിച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ക്രൂശിൽ വെച്ച്, അങ്ങനെ പിശാചിന്റെ എല്ലാ പദ്ധതികളെയും നിർവീര്യമാക്കി നിരായുധനാക്കി ദൈവം അവനെ ആയുധമില്ലാത്ത ലെവലിലാക്കി. അതുകൊണ്ട് തന്നെ അവന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകമെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളല്ല, ശത്രുക്കളല്ല, പ്രശ്നമല്ല, പോരാട്ടമല്ല, ഇതൊന്നുമല്ല. നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തേണ്ട മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്. നമുക്കൊരു കാര്യം തിരിച്ചറിയാനായിട്ട് മനസ്സിനെ നമ്മൾ പക്വതപ്പെടുത്തും. അതായത് നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് മനസ്സുകൊണ്ട് ഒരുക്കിയെടുക്കാൻ. നമുക്കറിയാം, അബ്രഹാമിന് ദൈവം വാക്ക് പറഞ്ഞു, നിനക്ക് ഞാൻ സന്തതിയെ തരും, നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ അനുഗ്രഹിക്കും. അത് കർത്താവ് അബ്രഹാമിന് പറഞ്ഞ പ്രോമിസ്. നമ്മൾ അബ്രഹാമിനോട് കൂടെ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അബ്രഹാമിന്റെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് ഒരു പരിവർത്തനം ഉണ്ടാകുന്നത് വരെ ആ കർത്താവ് അവനോട് ഇടപെട്ടുകൊണ്ടേ. നമുക്കത് അബ്രഹാമിന്റെ ഒരു ചെറിയൊരു ജീവിത സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അബ്രഹാമിന് സാറയുടെ ഉപദേശം അനുസരിച്ച് മിസ്രൈമദാസിയായ ഹാഗറിന്റെ അടുക്കൽ പോവുകയും ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. കുഞ്ഞ് ജനിച്ചു. പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഹാഗറിന് സാറയോടുള്ള പെരുമാറ്റത്തിൽ, മനോഭാവത്തിൽ ഒരു മാറ്റമുണ്ട്. ആ മനോഭാവത്തിലെ മാറ്റം എന്ന് പറയുന്നത് സാറയെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാവുന്നതായിരുന്നില്ല. കാരണം യജമാനത്തി എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഒരുപക്ഷെ ഹാഗർ സാറയെ ദാസി എന്ന നിലയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നത്തതില് സാറ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിന്റെ ദാസി എനിക്കിപ്പോ പ്രയാസം ഉണ്ടാക്കും, നീ ഈ കാര്യത്തെ പരിഹരിക്കണം, നീ ഈ കാര്യത്തിനെ തടപെടണം. അത് അബ്രഹാം സ്വന്തമായിട്ടെടുത്തൊരു ഡിസിഷൻ അല്ല, സാറയുടെ ഉപദേശപ്രകാരമാണ് അങ്ങനൊരു കാര്യം നടക്കുന്നത്. എന്നാൽ ഇപ്പോഴുണ്ടായ പ്രയാസത്തെ സാറ തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കല്ല, അബ്രഹാമിന്റെ മേലെ അതിന്റെ പ്രഷർ ഇടുക, നീ ഇത് പരിഹരിച്ചേ പറ്റും. അപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ച മനസ്സിനത് അത് വ്യസനമായി. തന്റെ മകനെ പറഞ്ഞയക്കുക എന്ന് പറയുന്ന അബ്രഹാമിന്റെ ഒരു വലിയൊരു പ്രയാസമായിരുന്നു. അവിടെ അബ്രഹാം ഒരു പരിധിവരെ അത് മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അബ്രഹാം പെട്ടെന്ന് അടുത്തയായിട്ട് തീരുമാനം എടുത്തില്ല. പക്ഷെ ദൈവം അബ്രഹാമിനോട് ഒന്ന് പറഞ്ഞു, നീ സാറയുടെ വാക്ക് അനുസരിക്കാം. എപ്പോഴും പ്രയാസത്തോടു കൂടിയാണ് അബ്രഹാം അത് അനുസരിക്കുകയും ചെയ്യുകയും ചെയ്യും. എന്നാൽ അവിടെ ഇസ്മായേലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അത്രത്തോളം ആലോചിച്ച് സമയമെടുത്ത് മനസ്സിൽ പ്രയാസമൊക്കെ തോന്നിയ അബ്രഹാം, പിന്നത്തതിൽ കർത്താവ് അവന് സന്തതിയെ നൽകി, സാറയിൽ മകനെ നൽകി.
ഇസഹാക്ക്. എന്നാൽ ദൈവം ഇസഹാക്കിനെ കുറിച്ച് അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ, മോറിയ ദേശത്ത് പോയിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അവിടെ ആരോടും ചോദിക്കാതെ പിറ്റേ ദിവസം കാലത്ത് തന്നെ എഴുന്നേറ്റ് അവൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയയിലേക്ക് പോയി മലയിൽ ചെന്ന് യാഗം അർപ്പിച്ചു. ദൈവം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അല്ലെ, കത്തി ഉയർത്തിയപ്പോഴാണ് ദൈവം തടഞ്ഞത്. അപ്പൊ അബ്രഹാമിന്റെ മനസ്സിൽ അത്രത്തോളം ഒരു മാറ്റം, ഒരു പരിവർത്തനം ഉണ്ടാകുന്ന തലം വരെ, ആമേൻ, അത് ആ സമയം വരെ ഈ വെയിറ്റ് ചെയ്യട്ടെ. നമുക്കറിയാം മോശയുടെ ജീവിതത്തിനകത്ത് മോശ നാളുകൾ മിസ്രൈമ്യ രാജാവിന്റെ വീട്ടിലാണ് വളർന്നത്. എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഒരു രാജ കുടുംബാംഗം എത്ര പദവിയോടെ ജീവിക്കും അത്രയും പദവിയോടെയാണ് മോശ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോശയുടെ അകത്ത് ഒരു ആഗ്രഹമുണ്ട്, ഒരു ചിന്തയുണ്ട്, എനിക്ക് എൻ്റെ ജനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ആരാ? ഞാൻ രാജവംശത്തിൽപ്പെട്ട ആളായിട്ട് ഇവിടെ ജീവിക്കുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അവന് ചെയ്യാൻ സാധിക്കുമെന്നുള്ള മനോഭാവത്തോട് ഇറങ്ങി പുറപ്പെട്ടവനായ മോശ പിന്നത്തതിൽ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട മോശ മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ടി. അവിടെ ചെന്ന് ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന മോശയെ 40 വർഷം കൊണ്ട് മോശയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മടുത്തു. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ആർക്കും ഒന്നിനും പ്രയോജനമുള്ളവനല്ല എന്നൊരു മനോഭാവത്തിൽ എത്തി നിൽക്കവേ ഹോരേബിൽ വെച്ച് മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ ആത്മാവ് മോശയോട് പറഞ്ഞു, നീ ഫറവോന്റെ അടുക്ക് ഞാൻ നിന്നെ അയക്കും. മോശയുടെ ആദ്യത്തെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, ഞാൻ ഫറവോന്റെ അടുക്കൽ പോകാൻ ഞാൻ എന്തു? ഇതിനു മുമ്പ് മോശയെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്നൊരു ഉറപ്പിൽ നിന്നൊരാള് ഇപ്പൊ അത് സാധിക്കത്തില്ല എന്ന്, എന്നെ കൊണ്ട് ഇതൊന്നും സാധ്യമല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് മോശ. നമുക്കറിയാം, നമുക്ക് യാക്കോബിനെ നമ്മൾ കാണുമ്പോൾ യാക്കോബിനെ കുറിച്ച് പറയുന്നത് അവൻ കൂടാരവാസിയായിരുന്നു, ശാന്തനായിരുന്നു, സൗമ്യ സ്വഭാവമുള്ളവൻ, അതുപോലെ തന്നെ കൂടാരവാസി, വീട്ടിൽ തന്നെ പാർക്കുന്നത്. അങ്ങനത്തെ യാക്കോബിനെ ദൈവം 20 വർഷം ലാബാന്റെ വീട്ടില് അവനെ ആടുകളെ മേയ്ക്കുവാനായിട്ടും അവന്റെ ലാബാന്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയായിട്ട് യാക്കോബ് അവിടെ ആയിത്തു. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ യാക്കോബ് കഴിഞ്ഞ 20 വർഷം കൊണ്ട് യാക്കോബ് പൂർണ്ണമായിട്ടും ആള് മാറിയതുപോലെ, അങ്ങനെ ആള് മാറിയതുപോലെ ആയവനായ യാക്കോബ് പിന്നെ സാധുശീലനായിരുന്നു, സൗമ്യനായിരുന്നു. അങ്ങനെയുള്ളവനായ യാക്കോബ് യാബോക്ക് എന്ന നദീതീരത്ത് വെച്ച് ഒരു ദൂതനോട് മല്ലിട്ട് ജയിക്കത്തക്കവണ്ണമുള്ള കായികശേഷി ഉള്ളവനായിട്ട് മാറി കഴിഞ്ഞ 20 വർഷത്തെ മരുഭൂമിയിലെ വാസം. അപ്പൊ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് വേണ്ട പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ദൈവത്തിനല്ല, നമ്മിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനത്തോടുകൂടെ സ്വർഗം എന്നേക്കും നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട് കഴിഞ്ഞു. യേശുവിന്റെ മരണവും പുനരുത്ഥാനത്തോടുകൂടെ ദൈവത്തിന്റെ സകല നന്മകൾക്കും അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും നന്മയ്ക്കും നാം അവകാശികളാണ് എന്ന കാര്യം എഴുതി വെക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിന് മാറ്റമില്ല. സ്വർഗത്തിന്റെ തീരുമാനം മാറി. അതായത് കൊലോസ്യ ലേഖനം 1:20 പറയുന്നത്, ക്രിസ്തുവിന്റെ രക്തമുഖാന്തരം നമ്മെ അവരോട് നിരപ്പിച്ചു. യേശുക്രിസ്തുവിലൂടെ നമ്മെ അവരോട് നിരപ്പിച്ചു. അപ്പൊ ലോകത്തെ തന്നെ തന്നോട് നിരപ്പിച്ചു എന്ന വചനത്തിൽ കാണും. അപ്പൊ തന്നെ ദൈവം നിരപ്പിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ദൈവത്തിനല്ല മനസ്സിന് പരിവർത്തനം ഉണ്ടാവണം, നമുക്കാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ കുറവുകളും എന്റെ ബലഹീനതകളും നോക്കി എന്നെ ഒതുക്കി തള്ളിക്കളഞ്ഞ് എന്നെ 2ാം ഗ്രേഡായിട്ട് മാറ്റിവെക്കുന്നവനല്ല, എന്നെ ദൈവം ആഴമായി സ്നേഹിക്കുന്നു എന്ന ആഘാതമായ ബോധ്യമാണ് മനുഷ്യനിൽ ഉണ്ടാകേണ്ടത്. ആ ബോധ്യം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് തക്ക സമയത്ത് ഉയർത്തുക എന്ന് പറയുന്നത്. തക്ക സമയം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ മാനസികമായി ഉണ്ടാകേണ്ട പരിവർത്തനം, ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സാഹചര്യങ്ങളുടെ കൂടെ ചലിക്കാനായിട്ടാണ് നമുക്ക് താല്പര്യം. എല്ലാവരും പരാജയത്തിന്റെ കഥ പറഞ്ഞാൽ നമ്മളും അങ്ങനെ പറയും.
എല്ലാവരും ദൈവം അത്ഭുതം ചെയ്യുന്നവനാന്ന് പറഞ്ഞ് നമ്മളും അത്ഭുതം ചെയ്യുന്നു. ദൈവം അത്ഭുതം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ കൂടെ. നമുക്ക് പലപ്പോഴും കൂട്ടത്തിന്റെ കൂടെ ഒഴുകാനായിട്ടാണ് നമുക്ക് താല്പര്യം. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുക എന്ന് പറയുന്നതാണ് കർത്താവ് നമ്മിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്ക് ദൈവവചനത്തിലെ 1 പത്രോസ് ലേഖനത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇവിടെ ഈ വചനത്തിൽ നമ്മളോട് വളരെ ശക്തമായിട്ട് നമുക്ക് തരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളെ വിളിച്ച വിളിയെ നിങ്ങൾ നോക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ആ തീമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങൾ വചനം ചിന്തിക്കുന്നത്. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനായിട്ട്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ മേൽ കിടക്കുന്ന വിളി എന്ന് പറയുന്നത് അനുഗ്രഹം അനുഭവിക്കാനായിട്ട്. എന്നാൽ നമ്മുടെ പദവി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിട്ട്. അപ്പൊ ഇവിടെ ഈ അനുഗ്രഹമായി നാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമ്മിൽ എന്താണ് മാറ്റം ഉണ്ടാവുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുക. നമ്മുടെ വിളി എന്ന് പറയുന്നത് അനുഗ്രഹം അനുഭവിക്കാനുള്ള വിളിയാണ് നമ്മുടെ മേൽ കിടക്കുന്നത്. അനുഗ്രഹം അനുഭവിക്കാനായിട്ട്, അനുഗ്രഹത്തെ കുറിച്ച് കേൾക്കാനല്ല, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേട്ട് ജീവിതം മുന്നോട്ട് പോകാനല്ല. നാം അനുഗ്രഹം അനുഭവിക്കാൻ, അനുഗ്രഹത്തെ അതിന്റെ ലെവലിൽ അനുഭവിക്കാനായിട്ട് കർത്താവ് ചെയ്യും. അത് നമ്മുടെ വിളിയാണ്. അപ്പൊ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുക കൊണ്ട് നാം എങ്ങനെയുള്ളവരായിരിക്കണം? അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മുടെ ജീവിതത്തില് നമ്മള് കർത്താവ് വചനത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. അപ്പോഴവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ആ വാക്കിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർ നിങ്ങളെ ശപിക്കുമ്പോൾ, നിങ്ങൾ തിരിച്ചു ശപിക്കുമ്പോൾ നിങ്ങളുടെ ആയുധത്തിനും അവരുടെ ആയുധത്തിനും തുല്യ ശക്തിയാണ്. എന്നാൽ എപ്പോഴാണോ അവർ നിങ്ങളെ ശപിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഉപയോഗിക്കുന്ന ആയുധം അവരിങ്ങോട്ട് ഉപയോഗിച്ച ആയുധത്തെക്കാൾ ശക്തിയുള്ളതാണ്. അത് അവരെ നശിപ്പിക്കുമോ തകർക്കുമോ അതിന്റെ ആൻസർ പറയാൻ ഞാൻ റെഡിയല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവർ നിങ്ങളെ ശപിക്കുന്ന ശാപം നിങ്ങളുടെ മേൽ ഏൽക്കാതെ വണ്ണം നിങ്ങളെ അവരുടെ മുകളിൽ അനുഗ്രഹമായി നിർത്തിയിരിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ. അപ്പൊ അത് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെടണം. അപ്പൊ നമ്മള് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഉപദ്രവിക്കുന്നവരെ തിരിച്ച് ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ ഈക്വലാണ്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ലെവലിലാവുമ്പോൾ നമ്മൾ അവരെക്കാൾ ഉന്നതമായ നിലയിലാണ് നിൽക്കുക. കാരണം നമ്മുടെ വിളി നാം പ്രതികരിക്കുന്ന, അല്ലെ നമ്മളോട് പ്രതികരിക്കുന്ന വ്യക്തിയുടേതിനേക്കാളും ഹയർ ലെവലിലാണ്. ആ ഉന്നതമായ നില നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴേ ഹല്ലേലൂയ നമുക്ക് അതനുസരിച്ച് പ്രതികരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നിങ്ങളെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ദോഷത്തിന് പകരം ദോഷം. ദോഷം എന്നതിന് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 9-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് ഈവിൾ. ദോഷം എന്നതിന് ഈവിൾ എന്നാ പറയുന്നത്. ഈവിളിന് പകരം ഈവിൾ ചെയ്യരുത്. അതായത് അവര് പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയല്ല നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. അവർ ഈവിൾ മനോഭാവത്തോടുകൂടെ, ദോഷ മനോഭാവത്തോടുകൂടെ നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങളും അതേ ദോഷത്തിന്റെ മനോഭാവത്തോടു കൂടെയാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. അത് നിങ്ങൾക്ക് ഉയർച്ച പ്രാപിക്കാൻ സാധ്യമല്ല. നാം മറ്റൊരാളെ അനുഗ്രഹിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുന്നവർ നാം അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുക, നമ്മളെ കർത്താവ് ഉയർത്തുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ മാനസികമായിട്ട്, നമ്മുടെ ആത്മീയ നിലവാരത്തിൽ, നമ്മുടെ ഭൗതിക നിലവാരത്തിൽ വർധനവിനെ കർത്താവ് തരും. അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരാകണം. ആരെയും ശപിക്കരുത്, ദോഷം ചിന്തിക്കരുത്. നമുക്കറിയാലോ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദോഷം വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ അത് ഒരിക്കലും ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല, കാണത്തില്ല. ഇവിടെ പറയുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനായിട്ട്.
നമുക്കറിയാം ദാവീദിനെ ശൗല് വർഷങ്ങൾ ഓടിച്ചുകൊണ്ട് നടക്കും. മരുഭൂമിയിൽ, ഗുഹയ്ക്കകത്ത്, അന്യദേശത്ത്, ഫെലിസ്ത്യ ദേശത്ത് പോയി പലയിടത്തും ദാവീദ് ഓടി നടക്കുക. ജീവിതത്തിൽ ഒരിടത്തും അവനെ വെറുതെ വിടത്തില്ല. കാരണം ഒരു രാജ്യത്തിന്റെ രാജാവും സൈന്യം ഉൾപ്പെടെ ഒരു ഒറ്റ വ്യക്തിയെ തിരക്കി ഇറങ്ങിയിരിക്കുക. ഒരു മഹാസൈന്യം ഒരു ഒറ്റ നിമിഷം കൊണ്ട് ശൗലിനേക്കാളും വലിയ കായിക ബലമുള്ള, ആയുധ ബലമുള്ള, യുദ്ധതന്ത്രമറിയാവുന്ന ഗോലിയാത്തിനെ കൊന്നവനായ ദാവീദ് ശൗലിനോട് പ്രതികരിച്ചില്ല. കാരണം ദാവീദിന് ഒരു കാര്യം അറിയാം, എന്റെ വിളി അനുഗ്രഹം അനുഭവിക്കാനുള്ള വിളിയാണ്. ഞാനിവിടെ ശൗലിനോട് പ്രതികാരം ചെയ്യും. എനിക്ക് വിരോധമായി നിൽക്കുന്ന ശൗലിനോട് ഞാൻ വിരോധമായി പ്രതികരിക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുകയാണ്, എനിക്ക് ജയിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദാവീദ് നിശബ്ദമായിരുന്നപ്പോ ദൈവം വചനത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. അപ്പൊ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇവിടെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. മൈ ഗോഡ് ഷാൽ ഫൈറ്റ് ഫോർ മീ. എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രോസ്പർ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പ്രധാനമായി മാറേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയല്ല, നമ്മുടെ മാനസികമായ മേഖലയിൽ നമ്മൾ പക്വതയുള്ളവരാകണം. ദൈവത്തിന്റെ ഭാവമുള്ളവരായിട്ട് മാറണം, ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറണം. അതാണ് ഇവിടെ ഈ വാക്യത്തിൽ, ഈ 1 പത്രോസ് ലേഖനം 3-ാം 9-ാം വാക്യം, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ജീവനെ ആഗ്രഹിക്കുക. അപ്പൊ ജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ജീവനെ ആഗ്രഹിക്കണം. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, സമൃദ്ധിയൊക്കെ പാപമാണ്, അതുകൊണ്ട് എന്റെ ആഗ്രഹം ദാരിദ്ര്യത്തിൽ എങ്ങനെയും കടന്ന് ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അതാണ് നമ്മൾ പറയുന്നത്. ജീവൻ ആഗ്രഹിക്കണം. ഈ ലോകത്തിൽ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളവനായി ജീവിക്കുകയും ഞാൻ നിമിത്തം എനിക്ക് അനേകർക്ക് അനുഗ്രഹമായി തീരാനും സാധിക്കണം. ആ ഒരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകും. നിങ്ങളുടെ അകത്ത് ആഗ്രഹമുണ്ടോ? ജീവനെ ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തരണം. എൻ്റെ ജീവിതത്തിൽ ആരുടെ മുമ്പിൽ ഞാൻ യാചിക്കുന്നവനായി നിൽക്കരുത്. ഞാൻ ആരുടെ മുമ്പിലും എൻ്റെ ജീവിതം കണ്ടിട്ട് ഒരൊറ്റ വ്യക്തി പോലും കർത്താവിനെ ദൂഷിക്കാൻ ഇടയാകരുത്. എനിക്കൊരു അനുഗ്രഹമായി തീരണം എന്നൊരു ദാഹം നിങ്ങളുടെ അകത്തുണ്ട്. ഇവിടെ പറയുന്നത് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു. ശുഭകാലം കാണാനായിട്ട് ജീവൻ ആഗ്രഹിക്കണം. ശുഭകാലം കാണാൻ, നല്ല ജീവിത സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത് കാണാനായിട്ട് ഇച്ഛിക്കണം. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം എന്താ? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രയാസവും കഷ്ടതയും പ്രതികൂലങ്ങളൊക്കെ നിറഞ്ഞത്. അതുകൊണ്ട് ഇതെല്ലാം അനുഭവിച്ച് അങ്ങ് പോകാനുള്ളവരാണുള്ളത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം പ്രയാസവും കഷ്ടതയും ഒക്കെ നിറഞ്ഞതാണ്. പക്ഷെ യേശുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും തിരിച്ചറിയുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകണം. എൻ്റെ ജീവിതത്തിലെ വെല്ലുവിളികളെല്ലാം യേശു പരാജയപ്പെടുത്തുക. അതെത്ര ശക്തമേറിയ എത്ര വലിയ ശക്തി നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിന്നാൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തിക്ക് അതിനെ മുഴുവൻ തകർക്കാൻ സാധിക്കും. യെസ്, എത്ര വലിയ കാര്യം, എത്ര വലിയ പ്രതികൂലം നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിന്നാൽ കർത്താവിന്റെ പുനരുത്ഥാന ശക്തി, അതായത് ചിന്തിച്ചു നോക്കണം. അവര് രാജാവിനോട് കൽപ്പന വാങ്ങിച്ച് കല്ലറ പൂട്ടി, ചങ്ങലയിട്ട് പൂട്ടി, മുദ്ര വെച്ച് പട്ടാളത്തെ കാവൽ നിർത്തി യേശു ഉയർത്തെഴുന്നേൽക്കാതിരിക്കാനായിട്ട് അവരതിനെല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തി. പക്ഷേ ആ ചങ്ങലയ്ക്കോ ആ മുദ്രയ്ക്കോ കർത്താവിന്റെ പുനരുത്ഥാന ശക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. ഞാൻ പറയാം, ആ പുനരുത്ഥാന ശക്തി നിങ്ങളിൽ വസിക്കും. ആരൊക്കെ നിങ്ങളെ ഒരുപക്ഷെ ചതിക്കാൻ, നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ, നിങ്ങളെ തകർത്ത് കളയാൻ, നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട നന്മകളെല്ലാം അപഹരിക്കുന്ന പോലെ നിങ്ങളൊരു ഭോഷന്മാരെ പോലെ കരുതുമ്പോൾ
പ്രിയപ്പെട്ടവർ, നിങ്ങൾ അതിന് നേരെ പ്രതികരിക്കാൻ നിൽക്കേണ്ട. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കർത്താവിന്റെ പുനരുത്ഥാന ശക്തി നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ഇല്ല, ആ പ്രതിസന്ധികൾ നിങ്ങളിൽ ജയിക്കത്തില്ല. അതിന് നിങ്ങളെ ജയിക്കാനോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കൊരു തകർച്ച കൊണ്ടുവരാനോ ആ ഒരു വ്യക്തിക്കോ ആ ഒരു സാഹചര്യങ്ങൾക്കോ ആ ഒരു ശക്തിക്കോ സാധ്യമല്ല. കാരണം പുനരുത്ഥാന ശക്തി നിങ്ങളുടെ അകത്ത് വസിക്കുക. അപ്പൊ യേശു മരിച്ചുയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ, ആ പുനരുത്ഥാന ശക്തി നമ്മളിൽ ഇല്ലായിരുന്നെങ്കിൽ, ശരിയാ, ഈ പ്രയാസങ്ങളിൽ കൂടെയല്ല നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പോൾ നാം ക്രിസ്തുവിൽ, ആ പ്രയാസങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിൽ കൂടെ അല്ല പോകുന്നത്, നമ്മൾ ക്രിസ്തുവിൽ കൂടെയാണ് നാം പോകുന്നത്. ആ പ്രശ്നങ്ങൾ മുഴുവൻ കർത്താവ് കൈകാര്യം ചെയ്തോളൂ. ഈ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്നതാകട്ടെ, നാളെ നടക്കുന്നതാകട്ടെ, ഇന്ന് നടന്ന കാര്യമാകട്ടെ, നടക്കാനിരിക്കുന്ന കാര്യമാകട്ടെ, അത് കർത്താവ് നോക്കിക്കോളും. കർത്താവ് അതിന് മുഴുവൻ പരിഹാരം തന്നെ ശക്തൻ. ഇവിടെ വീണ്ടും നമുക്ക് ആ വചനത്തിൽ കാണാൻ കഴിയുന്നത്, ജീവനെ ആഗ്രഹിക്കുക, ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ രണ്ട് കാര്യം ചെയ്യും. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും, ദോഷം ചെയ്യാതെ. നമ്മളിവിടെ 9-ാം വാക്യം വായിച്ചു ഇങ്ങനെയാണ്, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ. അപ്പൊ എങ്ങനെയാണ് ദോഷം ചെയ്യുക? ഇവിടെ ദോഷം ചെയ്യുക എന്ന് പറയുന്നത് നാവ് കൊണ്ട് ദോഷം ചെയ്യാതെ. അപ്പൊ ഒരാളുടെ ജീവിതത്തിനകത്ത് ദോഷം ചെയ്യാനായിട്ട് ആയുധമൊന്നും എടുക്കണം, നമ്മുടെ നാക്കുകൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്. അപ്പോ നിങ്ങൾ ശുഭകാലം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദോഷം ചെയ്യരുത്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങൾ സമ്പന്നരാണെങ്കിൽ നിങ്ങളോട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കും. പക്ഷെ നിങ്ങൾ പ്രോസ്പർ ആണെങ്കിൽ, നിങ്ങൾ സമൃദ്ധിയിലാണെങ്കിൽ, നിങ്ങളോട് ആളുകൾ പ്രതികരിക്കുന്നതിനേക്കാളും ഹൈ ലെവലിലായിരിക്കും നിങ്ങളുടെ പ്രതികരണം. അത് സ്പിരിച്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ലേഖനത്തിൽ പറയുന്നത്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഞങ്ങൾ ജഡപ്രകാരം നടക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ, ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പൊ ഇവിടെ വചനത്തിൽ പറയുന്നത്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ ആദരത്തെയും കാത്തുകൊള്ളട്ടെ. ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി പ്രോസ്പറായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രോസ്പറായി തീരാൻ നിങ്ങളുടെ ഹാർട്ടിൽ റിയൽ ആയിട്ടൊരു ഒരു ആഗ്രഹം, യഥാർത്ഥമായ ഒരു ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നാവ് കൊണ്ട് ദോഷം ചെയ്യാതെ, ആദരം കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ആദരത്തെ അടക്കി, വ്യാജം പറയാതെ ആദരത്തെ അടക്കിക്കൊള്ളാനായിട്ട്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങൾ എവിടെയൊക്കെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നാവ് കൊണ്ട് ദോഷം ചെയ്യാതിരിക്കുക. നിങ്ങൾ അഭിവൃദ്ധിക്കായി വിളിക്കപ്പെട്ടവരാണ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ആമേൻ നിന്ന മോശയെ നമുക്കറിയാം. സഹോദരങ്ങൾ അവനോട് ചോദിച്ചു, നിന്നെ ആരാ ഞങ്ങളുടെ ന്യായാധിപതിയും കർത്താവൊക്കെ ആക്കി? അവിടെ വഴക്കുണ്ടാക്കിയ യോസഫ് നിന്നില്ല, ദോഷത്തിന് പകരം ദോഷം ചെയ്തില്ല. പക്ഷെ അതേ മോശയെ അവരുടെ വിമോചകനാക്കി കർത്താവ് മടക്കി കൊണ്ടുപോയി. യോസഫിനോട് വളരെ മോശമായിട്ടാണ് അവന്റെ സഹോദരങ്ങൾ പെരുമാറിയത്. പക്ഷെ യോസഫ് തിരിച്ച് പ്രതികാരം ചെയ്യാൻ നിന്നില്ല. യോസഫ് നിശബ്ദമായിരുന്നു. ആ യോസഫിനെ ദൈവം സഹോദരങ്ങളുടെ മുമ്പിൽ ഉയർത്തി മാനിച്ചു. ലോത്ത് നല്ല ദേശം തെരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം അവിടെ വഴക്കുണ്ടാക്കാൻ പോയില്ല, സമാധാനമായിട്ടിരുന്നു. ദൈവം ആ ലോത്തിന് മുമ്പിൽ ചിന്തിക്കാൻ കഴിയാത്തവണ്ണം അബ്രഹാമിനെ മാനിച്ചു എന്ന് മാത്രമല്ല, ലോത്തിന് വളരെ പ്രയാസം നിറഞ്ഞ ഒരു അവസാന ഘട്ടം ലോത്തിനുണ്ടാകുകയും ചെയ്തു. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രോസ്പർ ആകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ സമ്പത്ത് പുറമേയുള്ള വസ്തുവകകളല്ല, നിങ്ങളുടെ സമ്പത്ത് പുറമേയുള്ള ധനമല്ല. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മശക്തിയാണ്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പുനരുത്ഥാന ശക്തിയാണ്. ഇപ്പോൾ ആമേൻ നിങ്ങളുടെ ചുറ്റും ഒരു വേലി കെട്ടപ്പെടുന്നത്, അത് ഇതുവരെയും നിങ്ങളുടെ അനുഗ്രഹത്തിന്, നിങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി നിന്ന എല്ലാ പ്രതിസന്ധികളെ തകർക്കുന്നൊരു ആമേൻ ഹല്ലേലൂയ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു സീസണായിട്ട് മാറാൻ പോകും. നിങ്ങളുടെ ജീവിതം ഹല്ലേലൂയ, അതായത് തകർച്ചയും ഞെരുക്കവും പ്രയാസവും അനുഭവിച്ച് ഞെരുങ്ങി തകർന്ന് വേദന അനുഭവിച്ച് കരഞ്ഞ് നിലവിളിച്ച് തീർക്കാനുള്ളതല്ല, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രൊവിഷൻ, നിങ്ങൾക്ക് ദാനങ്ങൾ കിട്ടാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്നവരെ പോയാൽ മതി. പക്ഷേ പ്രോസ്പറായിട്ട് നിങ്ങളെ കാണുന്നവർ യേശു ഉയർത്തുന്നതിന് ജീവിക്കുന്നുവെന്ന് നിങ്ങളൊരു അടയാളമായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അതിനൊരു തെളിവായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ
ഹല്ലേലൂയ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും അടക്കിക്കൊള്ളുക. ഹല്ലേലൂയ. ശുഭകാലം കാണാനായിട്ട് ഇച്ഛ അകത്തുണ്ടാകട്ടെ. എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് അനേകർക്ക് അനുഗ്രഹമായി തീരണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ഞാൻ മാനിക്കപ്പെടണം. പ്രിയപ്പെട്ട, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തെയൊക്കെ വളരെ തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കണമെന്നാണ് വചനത്തിൽ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ സെൽഫിഷാണ്. അല്ല പ്രിയപ്പെട്ട, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തില് അതിന്റെ 65-ാമത്തെ അധ്യായത്തില് ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 16-ാം വാക്യം, മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോവുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. അപ്പോ സത്യദൈവത്തെ തന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രോസ്പർ ആകുന്നതിന്റെ അടയാളം എന്താണെന്നറിയാം? നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കും. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവരെ, നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളോട് പ്രതികരിക്കുന്നതിന് സമമായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ആളും നിങ്ങളെ സെയിം തുല്യ ശക്തരാണ്. പക്ഷെ എപ്പോഴാണോ അവർക്ക് അതീതമായി, അവർക്ക് ഉയരത്തിൽ നിന്നുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നവരായിട്ട് മാറുന്നത്, അപ്പോഴാണ് നിങ്ങൾ അവരെക്കാൾ ശക്തന്മാരായി തീരുന്നത്, സമൃദ്ധിയുള്ളവരായി തീരുന്നത്, അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് നിങ്ങളെ തന്നെ അനുഗ്രഹിക്കാൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാനായിട്ട് നിങ്ങളെ തന്നെ ആത്മാവിൽ പരിശീലിപ്പിക്കുക. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എന്നെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ജീവനും സാന്നിധ്യവും അവരുടെ മേലൊഴുകട്ടെ. കർത്താവ്, ഞങ്ങൾ കേട്ട പോലെ കർത്താവെ, ശുഭകാലം കാണാനായിട്ടുള്ള ഒരു ഇച്ഛ കർത്താവ്, ഹല്ലേലൂയ, ജീവനെ അവൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം കർത്താവിലേക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ജീവിതത്തിൽ എവിടെയൊക്കെ അവര് ദോഷം കണ്ടിട്ടുണ്ടോ, അവര് തിന്മ കണ്ടിട്ടുണ്ടോ, അതിനെ മറന്നിട്ട് ശുഭകാലം കാണാനുള്ള ഒരു ഇച്ഛ, ജീവന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ അത് വർദ്ധിക്കട്ടെ. കർത്താവെ, ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹം അനുഭവിക്കാനാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കേണ്ടവനാണെന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവിടെ അകത്ത് കിടക്കുന്ന ഒരു കുടുംബശാപം, പാരമ്പര്യ ശാപം, എൻ്റെ പ്രവൃത്തിയുടെ ശാപം, ആ ശാപത്തിന്റെ ചിന്തകൾ മുഴുവൻ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. അതെല്ലാം നിർവീര്യമാകട്ടെ ഇപ്പോൾ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള അനുഗ്രഹത്തിന്റെ ശക്തി, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, അത് ഇപ്പോൾ തന്നെ ആ അബ്രഹാമിന്റെ അനുഗ്രഹം ഓരോരുത്തരും വേണ്ടി വെളിപ്പെടത്തക്കോണം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. അത്ഭുതങ്ങളെ കൊണ്ട് കർത്താവ് അലങ്കരിച്ചിരിക്കുന്ന നന്ദി പറയുന്നു. മഹത്വമെല്ലാം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയാം, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവിന്റെ മുന്നിൽ കാണുക, അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുക, മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരാൻ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.